ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 75. ഭഗവാന്റെ അവതാര ഉദ്ദേശമായ കംസവധം നടക്കുന്ന ആ കംസവധത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന നാരായണീയത്തിലെ ദശകമാണ് ഇത്. 75-ാമത്തെ ദശകത്തിലാണ് കംസവധം വർണ്ണിക്കുന്നത്. പ്രാതസന്ത്രസ്ത ഭോജക്ഷിതിപതിവചസാ പ്രസ്തുതേ മല്ലതോര്യേ സംഘേ രാജ്ഞാം ജമഞ്ജാൻ അഭിയയുഷി ഗതേ നന്ദഗോപേപിഹർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമപി സഹബലഃ സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭോ കുപിത കുവലയാ പീഡനാഗാവലീഢം. ആ ഢം മാത്രം ഠം എന്ന് പറയണം. മറ്റേത് കുവലയാ പീഡ, ഡായേ ഉള്ളൂ. ഢ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഉച്ചരിക്കുന്ന കേട്ടിട്ടുണ്ട്. കുവലയാ പീഠം, കുവലയാ പീഠം എന്നേ ഉള്ളൂ കേട്ടോ. ഡക്ക എന്നുള്ള ആ ഡ ഒന്നുകൂടെ വായിക്കാം. പ്രാതസന്ത്രസ്ത ഭോജക്ഷിതിപതി വചസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഘേ രാജ്ഞാം ജമഞ്ജാൻ അഭിയയുഷി ഗതേ നന്ദഗോപേപിഹർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമപി സഹബല സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭോ കുപിത കുവലയാ പീഡനാഗാവലീഢം. പാപിഷ്ഠാപേഹി മാർഗാത് ദ്രുതമിതി വചസാം നിഷ്ഠുരക്രുദ്ധബുദ്ധേർ. രണ്ടും അങ്ങനെ തന്നെ ഉച്ചരിക്കണം. നിഷ്ഠുരക്രുദ്ധബുദ്ധേർ എന്നാക്കണം. പിന്നെ രം വെട്ടിയിട്ട് അംബഷ്ഠസ്യ പ്രണോദാത് അധികജവജുഷാ ഹസ്തിനാഗൃഹ്യമാണഃ കേളീമുക്തോധ ഗോപീ കുചകലശ ചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം. ഒറ്റ വാക്ക. വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനഃ നിർഗതോ വൽഗുഹാസി. അതൊന്നിയൊന്ന് വായിക്കണം ഒന്നുകൂടെ. കുവലയാപീഠവുമായിട്ട് ഉള്ള യുദ്ധമാണ്. പാപിഷ്ഠാപേഹി മാർഗാദ്രുതമിതി വചസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേർ അംബഷ്ടസ്യ പ്രണോദാത് അധികജവജുഷാ ഹസ്തിനാഗൃഹ്യമാണഃ കേളീമുക്തോധ ഗോപീ കുചകലശ ചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനഃ നിർഗതോ വൽഗുഹാസി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതഃ തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലക മഹിമത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികായൈ ദിശേതി. അഗമ്യ അത് അവിടെ തന്മൂലക, അവിടെ ഒരു തന്മൂലക മഹിത മഹാ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. മൂലാദുന്മൂല്യ തന്മൂലക മഹിത മഹാമൗക്തിക. അതൊന്നിച്ച് വായിക്കുക. തന്മൂലക മഹിത മഹാ കേട്ടോ. തന്മൂലക മഹിത മഹാമൗക്തികാന്യാത്മമിത്രേ. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇതിങ്ങനെ ഞാൻ നിർത്തുന്നിടത്ത് ഒന്ന് ഗ്യാപ്പ് കൊടുക്കുന്നിടത്ത് അവിടെ കൊടുത്ത് വായിച്ചാൽ മതി.
ഹസ്തപ്രാപ്പോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൗമോ പുനരഭിപതതഃ തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികായൈ ദിശേതി. ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാധാദേവിയുടെ ആ പേര് ഭട്ടതിരിയുടെ എടുത്തു പറയുന്നുണ്ട്. ഭാഗവതത്തിൽ എവിടെ നോക്കിയാലും രാധ എന്നുള്ള പേര് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഗോപികമാർ എന്നുള്ള ഒറ്റ പേരിലാണ് ഭാഗവതത്തിൽ ആ ഗോപികളെ വർണ്ണിച്ചിരിക്കുന്നത്. രാധാദേവിയുടെ നാമം ഒരിക്കലും ഭാഗവതത്തിൽ പറഞ്ഞിട്ടേയില്ല. ഇത് ഭട്ടതിരി എഴുതിയപ്പോൾ അത് രാധിക എന്നെഴുതിയിട്ടുണ്ട്. ഗോപസ്ത്രീകൾ ആ രാധികയ്ക്ക് കളിക്കാനായിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ മുത്ത് ഈ ആനയുടെ തുമ്പിക്കൈയുടെ തുമ്പിക്കൈയില്ല, കൊമ്പുകളുടെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലെ എന്തോ ഉണ്ട്. അത് രാധികയ്ക്ക് കളിക്കാനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞെന്ന്. ഗൃണ്ണാനം ദന്തമംസേ യുധമധഹലിന രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭ സഹൃതമനോലോചനാവീക്ഷ്യ ലോകാഃ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗന നോ യശോദ നോ നോ ധന്യേക്ഷണാസ്മ ത്രിജഗതി വയമേവേദി സർവേ ശംസുഹു. ഈ ശ്ലോകം ശ്രദ്ധിച്ച് വായിക്കണേ. അത് കുറേ സമസ്ത പദങ്ങളുണ്ട് അതിനകത്ത്. മംഗല്യാംഗഭംഗീരഭസ ഹൃതമനോലോചന, അതായത് ശോഭനം. അതിനകത്ത് അർത്ഥം എഴുതിയിരിക്കുന്നത് ശോഭനമായ ശരീരലാവണ്യത്താൽ മനോലോചന, കണ്ണും മനസ്സും ബലമായി അപഹരിക്കപ്പെടുക നിമിത്തം. ശോഭനമായ ശരീരലാവണ്യത്താൽ മംഗല്യാംഗഭംഗീരഭ സഹൃത മനോലോചന. അപ്പോൾ ഒന്നുകൂടെ ഞാനത് കോമായിട്ടൊക്കെ പറയാം. ഗൃണ്ണാനം ദന്തമംസേ യുധമധഹലിന രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസ ഹൃതമനോലോചന. മംഗല്യാംഗഭംഗീരഭസഹൃതമനോലോചന കിട്ടിയല്ലോ. പിന്നെ ഇതിനകത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒരു നോ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. നോ നോ, നഹി നഹി എന്നൊക്കെ പറയുന്നത് നാ എന്നുച്ചരിക്കണം, ന എന്നുച്ചരിക്കണം. നഹി നഹിയും നോ നോയും അല്ല കേട്ടോ. അത് ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ. ന എന്നുച്ചരിക്കണം. ഇത് നമ്മൾ എന്നുള്ള ന, പന എന്നുള്ള ന ഉച്ചരിക്കരുത്. അതേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് പറയാനായിട്ട് ഇല്ല. നോ, അത് ഈ നമ്മൾ പറയുന്ന നോ തന്നെയാണ്. നോ അല്ല, അല്ല എന്നുള്ള അക്ഷരം അല്ല, അർത്ഥം തന്നെയാണ് അതിന് വരുന്നത്. പക്ഷേ വായിക്കുമ്പോൾ നോ നോ എന്ന് പറയരുത്. നോ 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 നോ, അല്ല അല്ല, ഇത് തന്നെയാണ്. 3 ലോകത്തിലും വെച്ച് ചെയ്ത കണ്ണുകൾ ഇവരുടേതൊക്കെയാണെന്നാണ് പറയുന്നത്. ആര്? യശോദയാണ്? അല്ല, ഗോപികമാരാണ്? അല്ല, നമ്മൾ തന്നെയാണ് എന്നിങ്ങനെ പറയുക. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർ ന ഖലു ബഹുജനൈ താവദാവേദിതോ ഭോഃ. താവത് ആവേദിതോ ഭോ, അവിടെയൊക്കെ പിരിച്ചെഴുതിക്കോ, അതാ സൗകര്യം. ദൃഷ്ട്വാ ധത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദ വിപാപ സരസമഭിജഗുഃ ത്വത്കൃതാനി സ്മൃതാനി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർ
ന ഖലു ബഹുജനൈ താവതാവേദിതോ ഭോः ദൃഷ്ട്വാ ധത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാ വിപാപ സരസമഭിജഗോ ത്വത്കൃതാനി സ്മൃതാനി ചാണൂരോ മല്ലവീരസ്തദനു നൃപഗിരാ മുഷ്ടികോ മുഷ്ടിശാലീ ത്വാം രാമം ചാഭിഭേദേ ജഡജഡതി മിഥോ മുഷ്ടിപാതാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണവിവിധ രണാനി ആസതാം ഉണ്ട്. രണാന്യാസതാം, രണാനി എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ആസതാം മതി, ആസതാന്നാക്കണം കേട്ടോ, രണാനി എന്ന് പറയുകയും വേണം. ഉത്പാദാപാദനാകർഷണ വിവിധരണ അനി ആസതാം തത്ര ചിത്രം മൃത്യോ പ്രാഗേവമല്ല പ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് പഠിക്കണമേ. ഹാധിക്കഷ്ടം കുമാരൗ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ നദ്രക്ഷ്യാമോ വ്രജാമ ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കരോദ്ബ്രാഹ്മണ വികളദസും പോധയാമാസിധോർവ്യാം പിഷ്ടോ ഭൂന്മുഷ്ടികോപി ദ്രുതമഥ ഹലിന നഷ്ടശിഷ്ടൈർദധാവേ. ഹാധിക്കഷ്ടം കുമാരൗ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ നദ്രക്ഷ്യാമോ വ്രജാമാ ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കരോദ്ബ്രാഹ്മണ വികളദസും പോധയാമാസിധോർവ്യാം പിഷ്ടോ ഭൂന്മുഷ്ടികോപി ദ്രുതമഥ ഹലിന നഷ്ടശിഷ്ടൈർദധാവേ. കംസസംവാര്യതൂര്യം ഖലമതിരവിദൻ കാര്യമാര്യാൻ പിതൃംസ്താൻ ആഹന്തും പ്രാപ്തമൂർത്തേ തവ ച സമശിഷത് ദൂരമുത്സാരണായ രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡൈവ ഗിരിം മഞ്ചമഞ്ജൻ ഉദഞ്ചത് ഖഡ്ഗവ്യാവൽഗ ദുസ്സംഗ്രഹം അപി ച ഹഠാത് പ്രാഗ്രഹീർ ഔഗ്രസേനീം എന്ന് പറയരുത്, ഔഗ്രസേനിം അത് നീട്ടിക്കോണം, എന്നുള്ളത് നീട്ടാം. നീ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ മാത്രമേ ഒപ്പിക്കാൻ പറ്റും, പക്ഷെ അർത്ഥം വ്യത്യാസം വരും. പ്രാഗ്രഹീർ ഔഗ്രസേനിം നിന്നേ ഉള്ളൂ, അത് നീന്നില്ല. ഒന്നുകൂടെ അതിനകത്ത് ഇത്തിരി ഈ പറഞ്ഞ പോലെ ഇത്തിരി പ്രയാസമുള്ള വാക്കുകളുണ്ട്. കംസസംവാര്യതൂര്യം ഖലമതിരവിദൻ, ഖലമതിഹി അവിദൻ, കാര്യം ആര്യാൻ പിതൃംസ്ഥാൻ, പിതൃവുമല്ല പിതൃസ്ഥാൻ, ആഹന്തും വ്യാപ്തമൂർത്തേ സ്തവ ച സമശിഷത് ദൂരമുത്സാരണായ രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡൈവ ഗിരിം മഞ്ചം അഞ്ജന്നുദഞ്ചത് ഖഡ്ഗവ്യാവൽഗദുസ്സംഗ്രഹം ദുസ്സംഗ്രഹം. പിന്നെ അപിച ഹഠാത് പ്രാഗ്രഹീർ ഔഗ്രസേനിം. പിന്നെ സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യോപരിഷ്ടാത് ത്വയി ആപാത്യേ തദൈവ ത്വദുപരി പതിതദാനാകിനാം പുഷ്പവൃഷ്ടിഃ കിം ബ്രൂമസ്തദാനീം. അവിടെ നീന്നുണ്ട്. സതതമഭിഭിയ
ത്വദ്ഗതാൻ മാസഭേജേ സായുജ്യം നില്ല സായുജ്യം ത്വദ്വധോദ്ധ. അത് ദായും ഥായും ധായും പറയുന്നുണ്ട്. ത ദ ഥ ഥ കണ്ടോ. ത്വത് വധോദ്ധ പരമപരമീയം വാസന കാലനേമേ സദ്യോ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം പിന്നെ ആപാത്യ തസ്യോപരിഷ്ടാത് പിന്നെ ത്വയ് ആപാത്യേ തദൈവ ത്വദുപരി പതിതാ നാഗിനാം പുഷ്പവൃഷ്ടിഃ കിം കിം ബ്രൂമസ്തദാനീം. നീം എന്നുണ്ട് കേട്ടോ, മുമ്പേ പറഞ്ഞ പോലെയല്ല, നീം എന്ന് നീട്ടണം. സതതമഭിഭിയ ത്വദ്ഗതാത്മാസഭേജേ സായുജ്യം എന്നേ പറയാവൂ. സായുജ്യം ത്വദ്വധോത്ഥ പരമപരമീയം വാസന കാലനേമേ തദ്ഭ്രാതൃ ഊവ വരരുത്, എന്ന് വരണം നീട്ടുന്നത്. തദ്ഭ്രാതൃ നഷ്ടപിഷ്ട്വാം ദ്രുതമഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ നിർത്തുക യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാം ഉത്തമം ച ഉദ്ധവം എന്നാണ്. ചോദ്ധവം അമരഗുരോ ആപ്തനീതിം സഖായം, സഹായമല്ല സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. എല്ലാ രോഗങ്ങളും നശിപ്പിക്കണമേ. സഖാവ് കൂട്ടുകാരൻ, സഖായം കൂട്ടുകാരനായിട്ട് എന്നാണ്. ഒന്നുകൂടെ വായിക്കാം. തദ്ഭ്രാതൃ നഷ്ടപിഷ്ട്വാ ദ്രുതമഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാമുത്തമം ചോദ്ധവം അമരഗുരോർ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.